മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരബ്രാൻഡാണ് മോഹൻലാൽ. ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് തിയേറ്റർക്കാരോട് ചോദിച്ചാൽ മതി. മോളിവുഡിലെ ബോക്സ് ഓഫീസിലെ നിരവധി നാഴികക്കല്ലുകൾ സൃഷ്ടിച്ചതും മോഹൻലാൽ ചിത്രങ്ങൾ തന്നെ. ആദ്യ 50 കോടി, 100 കോടി ക്ലബ്ബുകളൊക്കെ മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് സ്വന്തമാക്കിയത്. മലയാളത്തിലെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന ചിത്രമായിരുന്നു ദൃശ്യം. ഡയറക്റ്റ് OTT റിലീസായി എത്തിയതിനാൽ വലിയ ജനപ്രീതി നേടിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ സാന്നിധ്യം അറിയിച്ചിരുന്നില്ല. ഇപ്പോഴിതാ സിനിമാ വ്യവസായത്തിന് വലിയ പ്രതീക്ഷ പകരുന്ന ദൃശ്യം 3 എത്തുകയാണ്. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായ മെയ് 21-നാണ് ചിത്രത്തിൻ്റെ റിലീസ്. അഡ്വാൻസ് ബുക്കിംഗിൽ മികച്ച പ്രതികരണം നേടുന്ന ദൃശ്യം 3 ഇതുവരെ എത്ര നേടി എന്ന് നോക്കാം. അഡ്വാൻസ് ബുക്കിംഗിനോടെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം ചിത്രം 7 കോടിക്ക് അടുത്ത് നേടിയെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. മെയ് 21-ന് റിലീസ് ചെയ്യപ്പെടാനിരിക്കുന്ന പല സ്ക്രീനുകളിലും ഇനിയും ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലെന്നിരിക്കെ മികച്ച സംഖ്യയാണിത്. ഇനിയും 9 ദിവസം കൂടി ചിത്രത്തിന് മുന്നിൽ ഉണ്ടാകാം. ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് സംഖ്യ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ്. ഓപ്പണിംഗ് കളക്ഷൻ 50 കോടിക്ക് മുകളിൽ പോകാനാണ് സാധ്യതയെന്ന് ട്രാക്കർമാർ പറയുന്നു. അതായത് 2013-ൽ പുറത്തിറങ്ങിയ ദൃശ്യം മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നെങ്കിൽ 13 വർഷങ്ങൾക്കിപ്പുറമെത്തുന്ന ദൃശ്യം 3 ആദ്യ ദിനം തന്നെ 50 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുമെന്നാണ്. അതേസമയം ദൃശ്യത്തിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് 62 കോടിയായിരുന്നു. അതേസമയം പ്രതീക്ഷയുടെ ഭാരമായി എത്തുന്ന ചിത്രം എന്നതാണ് ദൃശ്യം 3 അണിയറക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വലിയ പ്രതീക്ഷയില്ലാതെ എത്താനാണ് സംവിധായകൻ ജിത്തു ജോസഫ് പ്രേക്ഷകരോട് ഇതിനകം തന്നെ പറഞ്ഞിരിക്കുന്നത്. ദൃശ്യം ആദ്യ 2 ഭാഗങ്ങളിലുള്ള താരങ്ങൾക്കൊപ്പം പുതിയ കാസ്റ്റിംഗ് ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു.